ഗുഡ് മോർണിംഗ്. ക്രേവ്സ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പോ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയില് ഇനി ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദിവസം ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് പറഞ്ഞു. എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പറയാം എന്നുള്ളത് അല്ലെ. പക്ഷെ ഇതിങ്ങനെ വെറുതെ നമ്മൾ എഴുതി വെക്കുക, അതായത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെറുതെ ബുക്കിൽ എഴുതി വെക്കുകയോ വെറുതെ നമ്മളത് പറയുകയോ ചെയ്താൽ അതിന്റെ ഫലം കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എഴുതുമ്പോഴാണെങ്കിലും പറയുമ്പോഴാണെങ്കിലും ഇതിന്റെ ഫീലിംഗ് ആണ് പ്രാധാന്യം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു കാര്യം എനിക്കുണ്ട്, ഉണ്ടായിട്ട് ഞാൻ അതിന് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, അതെന്റെ കയ്യിൽ കിട്ടി, ആ കിട്ടിക്കഴിയുമ്പോൾ താങ്ക് ഗോഡ് എന്ന് നമ്മൾ തന്നെ അല്ലേ പറയുമ്പോഴത്തെ ആ ഒരു ഫീല്, ആ ഫീലാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും അഫർമേഷൻ പറയുമ്പോഴും കിട്ടേണ്ടത്. യെസ്, ഐ ഹാവ് ഇറ്റ്, ആ ഒരു കാര്യം എനിക്കുണ്ട് എന്നുള്ളത്, ആ ഒരു ഫീലിങ്സോട് കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പൊ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും 1 രൂപയെ നമ്മുടെ അക്കൗണ്ടിലുള്ളൂ, ശരി, ആ 1 രൂപ എനിക്ക് ഉള്ളതിന് നന്ദി എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് 2 രൂപയാകാൻ കാരണമായി തീരും. നന്ദി പറയും തോറും കൂടുതൽ കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോ ആ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഓരോരോ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും നോക്കി എഴുതി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാനിപ്പോൾ തനിയെ നമുക്ക് തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ചൂസ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും എഴുതാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇനി ഇന്നത്തെ ടോപ്പിക് അതൊന്നും അല്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ വേണ്ട, ലോ ഓഫ് അട്രാക്ഷൻ ഏത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളിൽ ഇനി പറയുന്ന 5 ബാഡ് ഹാബിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം ഈ പ്രാക്ടീസുകൾ തുടരുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിതിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനേ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ പോസിറ്റീവ് ആയിരിക്കുക. നമ്മുടെ ചിന്തകൾക്ക് ഒരു തരംഗമുണ്ട്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ എന്താണോ നമ്മളിൽ നിന്നും പോകുന്നത് പ്രപഞ്ചത്തിലേക്ക്, തീർച്ചയായും അതിന് മാച്ച് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമ്മളിലേക്ക് വരികയുള്ളൂ. ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന ഒരു പുസ്തകം വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അത് വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഇനി ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് അയച്ചാൽ ഞാൻ അതിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതൊന്നിരുന്ന് വായിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് അത്. അപ്പോൾ ഈ 5 ബാഡ് ഹാബിറ്റ് ഏതൊക്കെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. ഒന്നാമത്, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ശീലമുള്ള ആളുകളാണ് എങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് അതാണ്. വേക്കപ്പ് ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഈ വൈകി എഴുന്നേൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാത്രി ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കാം മിക്കവാറും. അപ്പൊ നിങ്ങൾ അവിടെ തുടങ്ങിയേ മാറ്റം വരുത്തൂ കേട്ടോ. ഇനി എന്താണ് ഈ ലേറ്റ് ആയിട്ട് എഴുതിയിട്ട് 8 മണി 9 മണി ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച സമയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5:30 ആഫ്റ്റർ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഏത് സമയവും ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നതാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ജോലിക്ക് പോകാനുണ്ടാവും. നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറുന്നു, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു, ആകെ തിരക്ക് പിടിച്ചങ്ങ് പോകും. രാവിലത്തെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ പറയില്ലേ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളെല്ലാം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ളത്. വെറുതെ എഴുന്നേറ്റ് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല, വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചിന്തിച്ചിട്ടും കാര്യമില്ല. അതിൽ നല്ലത് കിടന്നുറങ്ങുക തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവുള്ള ഒരു സമയം. അപ്പൊ അതെല്ലാം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നമ്മുടെ ടെൻഷൻ, സ്ട്രെസ് എല്ലാം നമ്മൾ കുറച്ച് നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താനുള്ള ഏറ്റവും നല്ല ടൈമാണ്. അത് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കണം. ക്രിയേറ്റീവ് പീപ്പിൾ എല്ലാവരും ആ ഒരു ഹാബിറ്റ് ഉള്ളവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നിങ്ങളിൽ ഉണ്ടാവുക. അപ്പോ
വൈകി എഴുന്നേൽക്കുന്നത് ഒരു ബാഡ് ഹാബിറ്റ് ആണ്, അതുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യമാണ് എന്താണ്? ആത്മവിശ്വാസമില്ലായ്മ. ഓക്കെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് അറിവുകൾ ഉണ്ടാവുമ്പോഴാണ്. അറിവെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അതിനകത്തൊരു ലെവലേശം സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് അറിവുണ്ടാവുമ്പോൾ നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാകും. അതാണ് ലോ ഓഫ് അട്രാക്ഷന് വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ പലർക്കും അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഒരു ക്ലിയർ കട്ട് നോളജ് ഉണ്ടാവില്ല. അതിനായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുന്നത് ശീലമാക്കണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളോട് കൂടി നമുക്കൊരു അറിവുണ്ടാവും. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും ആ പുസ്തകത്തിലെ സംബന്ധിച്ച് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും എനിക്ക് എഴുതാൻ പറ്റും, കാരണം വ്യക്തമായ അറിവ് എനിക്ക് ഉണ്ട് എന്നാണെങ്കിൽ നമ്മളിൽ അത് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ആ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ബാഡ് ഹാബിറ്റ്. അതായത് അറിവ് നമ്മൾ നേടുന്നില്ല. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഒരു ദുശീലം. ഇനി മൂന്നാമത്തെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡിക്ഷൻ ആണ്. എന്തിനോടുള്ള അഡിക്ഷൻ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ മൊബൈൽ ഫോൺ, അതിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം. ഓക്കെ, അപ്പൊ പറയും നിങ്ങളെ പോലുള്ളവരുടെ യൂട്യൂബ് വീഡിയോ പിന്നെ ഞങ്ങൾ എപ്പോഴാ കാണുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരാം. അതുപോലെ തന്നെ സീരിയല്, ഇതിനൊക്കെ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവായി ആ ഒരു ശീലം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പതിയെ അത് നിങ്ങൾ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. കഴിയുന്നതും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ ഉണർന്നിട്ടുള്ള ഒരു അരമണിക്കൂറും രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂറും നിങ്ങൾ മൊബൈൽ എടുക്കണ്ടെന്നല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വേണ്ടത് മാത്രമല്ല വേണ്ടാത്തതായിട്ടുള്ള ന്യൂസുകളും ഇതിനകത്തുണ്ട്. ഇതെല്ലാം എവിടേക്കാ വരുന്നേ? നമ്മളുടെ ബോധ മനസ്സിലേക്ക് നമ്മളിത് വായിച്ചെടുത്തിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ള ഹോർമോണുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനനുസരിച്ചിട്ടുള്ള ചിന്താതരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കരുത് എന്നല്ല, ഒരു ടൈം നമ്മൾ ഇതിനായിട്ട് ഫിക്സ് ചെയ്യണം. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇതിനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് തന്നെ ഒരു സമയം വെക്കാം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഉപയോഗിക്കരുത് എന്നൊന്നുമല്ല. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നമ്മള് വെറുതെ സ്ക്രോൾ ചെയ്ത് അതും ഇതും ഒക്കെ നമ്മൾ കേട്ട് ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു, അവിടെ നിങ്ങളുടെ അയച്ചു, ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അഡിക്ഷൻ നിങ്ങൾ മാറ്റുക. നാലാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെന്റിന് നിങ്ങൾക്കൊരു കഴിവില്ല എങ്കിൽ, ലാക്ക് ഓഫ് ആർട്ട് ഓഫ് ടൈം മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് അതിന്റെ റുട്ടീൻ സെറ്റ് ചെയ്യേണ്ടത്. കാരണം 24 മണിക്കൂറിൽ എപ്പോഴും നമ്മൾ ഓരോന്നിനും പ്രയോറിറ്റി കൊടുക്കുക. ഉറക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 7-8 മണിക്കൂർ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 24 മണിക്കൂറിൽ അത് മാറ്റി വെച്ചിട്ട് ബാക്കി എത്ര മണിക്കൂർ ഉണ്ട് ആ മണിക്കൂറിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എത്ര വരും? ഓക്കെ, വീട്ടിലെ ജോലിക്കാണെങ്കിൽ എത്ര ടൈം കൊടുക്കണം? ഫാമിലി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പാരൻസും അല്ലെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു വീട്ടില് എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട്? അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് TV, മൊബൈൽ ഫോൺ എല്ലാം മാറ്റിവെച്ച് അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒന്നുമില്ല, വെറുതെ അന്നത്തെ നമ്മൾ പോയപ്പോൾ ഉള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുക. കാരണം മിക്ക വീടുകളിൽ ഇപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നാമത് ന്യൂക്ലിയർ ഫാമിലിയാണ്, ഓരോരുത്തരും ഓരോ സമയത്താണ് വരുന്നത്, മുഖത്തേക്ക് നോക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. ഇനി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാലും ഓരോരുത്തരുടെ കയ്യിൽ ഒന്നുകിൽ മൊബൈൽ ഫോണ് കാണും, ഇല്ല എങ്കിൽ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലെ കാര്യങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊന്നും കുറ്റമല്ല, പക്ഷെ ഒന്ന് മാറ്റി നോക്കൂ, ഒരുപാട് മാറ്റം വരും. അപ്പൊ ഇതെല്ലാം ടൈം മാനേജ്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ആദ്യം പറഞ്ഞ അഡിക്ഷൻ ഉണ്ടല്ലോ മൊബൈൽ ഫോണിന്റെ, അത് തനിയെ മാറും. കുട്ടികളിലും മാറും, നമ്മളിലും മാറും.
കാരണം നമുക്ക് ആകെ ഇത്രയും ടൈമേ ഉള്ളൂ, അത് ഇന്ന കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് ആക്കാനുണ്ട് എന്നാണെങ്കിൽ പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് എന്നെ മിക്കവരും പറയുന്ന ഒരു പരാതിയായിരിക്കും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളത്. അതിന്റെ ഒരു കാരണവും ഇത് ഞാൻ കൃത്യമായിട്ട് പറയാം. രാവിലത്തെ ഒരു ടൈം തുടങ്ങി രാത്രി ഉറങ്ങുന്നവരെയുള്ള എന്റെ ഓരോ സെക്കൻഡും എങ്ങനെയെന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറയൂ ഇതിനിടയിൽ എപ്പോഴാണ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തരും ഫുൾ ടൈം എത്രത്തോളം നിങ്ങൾക്കൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞിരിക്കും, അത്രയും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് വരില്ല. അത് വരാനുള്ള സമയം പോലും ഇല്ല. ചിലർ പറയില്ല ഒന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. ഒരു കണക്കിന് നല്ലതാ അത്. എന്തിനാ ഇങ്ങനെ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയൊന്നുമില്ല അല്ല, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എപ്പോഴും തിരക്കാ. ഓ പിന്നെ അവള് കളക്ടറല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാവുമായിരിക്കും. ഒന്നുമല്ല, കളക്ടർക്ക് മാത്രമല്ലല്ലോ, ചിലപ്പോ നമ്മള് എന്താ പറയണേ ജീവിക്കാനുള്ള നെട്ടോട്ടമായിരിക്കും. എന്നാൽ പോലും നമുക്കതൊരു നല്ല കാര്യമാണ്. കാരണം വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾക്കുണ്ടോ നോക്കുക. അത് മിക്കവർക്കും ഉണ്ടാകും, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണെന്നറിയോ, ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് അവർ ഹെൽത്ത്. ബാക്കിയെല്ലാം ശ്രദ്ധിക്കും, ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കില്ല. വലിയ കാര്യത്തിന് ഒരുപാട് ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഞാനും നോക്കിയിട്ടുണ്ട്. എവിടെ കുറച്ച് ദിവസം ഫോളോ ചെയ്യും, പിന്നെ നിർത്തി പഴയ പോലെയാകും. ഷുഗർ കട്ട് എന്ന് പറയുന്നത്, എങ്കിലും എനിക്ക് ഏതെങ്കിലും ഒരു നേരം ഒരു ചായ കുടിക്കുക രാവിലത്തെ നേരം, അത് ഇത്തിരി പഞ്ചസാര ഇട്ട്, അത് ഒഴിവാക്കാൻ പറ്റണില്ല എത്ര നോക്കിയിട്ടും. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആവുക. പക്ഷെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളത്, ബേക്കറി ഐറ്റംസ്. കാരണം എന്താണെന്നറിയോ, നമ്മളിൽ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം വേണം. നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ടെറിഞ്ഞു കൊടുക്കണം. എന്നിട്ടും ഒരു അവയവം പോലും നമ്മളോട് പിണങ്ങുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നതും ഒക്കെ അല്ലെ. ഏതെങ്കിലും ഒരു അവയവം ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ അപ്പൊ അറിയാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകും. ആരോഗ്യമുള്ളൊരു മനസ്സിനകത്ത് നമുക്ക് എന്തുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള എനർജി ഒരുപാട് നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാനും ചിന്തകളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വഴിതിരിച്ചു വിടാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ 5 ഹാബിറ്റ് ഏതൊക്കെയാന്ന് ഒന്നുകൂടി ഞാൻ പറയാം. ഏറ്റവും ആദ്യം വൈകി എഴുന്നേൽക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റി നേരത്തെ ആക്കി നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് എത്താനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണ്, സീരിയലിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ആ ശീലവും മാറ്റുന്നത് നല്ലതായിരിക്കും. 4, ടൈം മാനേജ് ചെയ്യാനായിട്ട് അറിവില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലായ്മ. കാരണം ശരിക്കും ഇതൊരു കലയാണ് സമയത്തെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ശീലം നമ്മൾ മാറ്റി ശരിയായ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ടൈം വിനിയോഗപ്പെടുത്തുക എന്നുള്ളത് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ 5 ദുശീലങ്ങളും നിങ്ങൾ മാറ്റിവെക്കൂ. അത് ഇന്ന് തന്നെ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തോളൂ. ഞാൻ ഈ 5 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ കേട്ടോ, ബാഡ് ഹാബിറ്റ് ഉണ്ട് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് മാറ്റിയിരിക്കും. ഒരുപാടുണ്ട് ബാഡ് ഹാബിറ്റ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങളെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിൽ മാറ്റം വരുത്തും. അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ ഡെയിലി ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, മറ്റ് പ്രാക്ടീസുകൾ എല്ലാം ഫോളോ ചെയ്ത് ഞാനാണ് എൻ്റെ ജീവിതത്തിന്റെ ഡിസൈനർ എന്ന് പറയുന്നത്. നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കും പ്ലാൻ വരച്ചു തരാൻ. എൻ്റെ ജീവിതത്തിന്റെ പ്ലാൻ ഞാൻ തന്നെയാണ് വരയ്ക്കുന്നത്. ആ വരയ്ക്കുന്ന പോലെ ഞാനത് യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തോളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക് യു.